ഹായ് പറ. ഹായ്. നിങ്ങൾ എവിടെ വന്നത്? മാമന് വണ്ടി എടുക്കാൻ പറ. മാമന്റെ വണ്ടി ഇവിടെ. അപ്പോൾ കുറേ ദിവസമല്ലേ നമ്മൾ ഇന്ന് ടാറ്റേൻ്റെ ഷോറൂമിലാട്ടോ അല്ലേ. അവിടെ ഒരു വണ്ടിയുണ്ട്. നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. എനിക്കല്ല, എൻ്റെ അളിയന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവൻ പുതിയൊരു വണ്ടി എടുക്കുകയാണ്. വണ്ടിയുടെ വിശേഷം കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം കേട്ടോ. അവരോട് ചോദിച്ചറിയാം എന്തുകൊണ്ടാണ് വണ്ടി എടുക്കുന്നത്. ഇലക്ട്രിക് വണ്ടിയാണ്, ടാറ്റയുടെ പഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഡെലിവറി കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരോട് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം കേട്ടോ, എങ്ങനെയാണ് എന്താണെന്നുള്ളതൊക്കെ. ഏതാ വണ്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഈ ഇലക്ട്രിക്കിലേക്ക് വന്ന എന്തുകൊണ്ടാണ്, അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓട്ടം കുറച്ച് കൂടുതലാണ്. ഡെയിലി ഒരു 300 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഓട്ടം വരും. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ഡീസൽ അടിച്ച് വെറുതെ ഇങ്ങനെ നടക്കണ രീതി വണ്ടി എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണല്ലോ. അപ്പൊ അങ്ങനെ ആലോചിച്ച് അപ്പോൾ ഒരു ദിവസം നമുക്ക് ഏകദേശം എത്ര ഓട്ടം ഉണ്ടോ? നമ്മളൊരു 300-350 ആവറേജ് ഒരു ദിവസം 300-350 റേഞ്ചിൽ ആയിട്ട് ഓടും അല്ലേ. ഓക്കെ. അപ്പൊ നീ നോക്കിയതിൽ ഏതൊക്കെ വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു? വേറെ നമ്മൾ നോക്കിയിരുന്നത് മെയിനായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളും കണ്ടപ്പോൾ തന്നെ ഫോക്കസ് ചെയ്ത്. പിന്നെ മഹീന്ദ്രന്റെ വണ്ടി നോക്കിയിരുന്നു. അപ്പൊ അതിനായിട്ട് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ഇതാ തോന്നിയത്. ഇതിപ്പം ഏകദേശം വാറണ്ടി കാര്യങ്ങൾ നീ പറഞ്ഞല്ലോ, എന്തായിരുന്നു വാറണ്ടി ചേഞ്ച് ഉണ്ടായത്? ബാറ്ററിക്ക് 15 വർഷമാണ്, ലൈഫ് ടൈം അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത്. ബാക്കിയുള്ള കമ്പനി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിനാണ് ഒന്നുകൂടി ഫീച്ചർ ഒക്കെ ഈ എമൗണ്ടിന്. ഇപ്പൊ യൂസ് ചെയ്യുന്ന വണ്ടി ഏതാ? ഞാൻ എസ് ക്രോസ് യൂസ് ചെയ്യണം. എസ് ക്രോസ് ഡീസൽ അല്ലേ? ഡീസൽ. അപ്പൊ മാസം എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കും? അല്ല, ഡീസൽ അടിക്കും. ഡീസൽ ഒരു 14-15 രൂപയ്ക്ക് മാസം 15 അടിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഡൗൺ പേയ്മെന്റ് അല്ലെങ്കിൽ ആ EMI ആയിട്ട് ഇട്ടാൽ മതി. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇതിലേക്ക് മെയിൻ ആയിട്ട് വന്നത്. ഇത് ഏതായിരുന്നു മോഡല്? ഇത് എംബേർഡ് S40 അങ്ങനെ ടോപ്പ് എൻഡ് മോഡലാണ്. അപ്പൊ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. ഏതാ റേഞ്ച് ഏകദേശം അതിനോട് എത്ര പറഞ്ഞത്? 350 ആണ് കിട്ടുന്ന റേഞ്ച്. കറന്റ് കിട്ടുന്ന റേഞ്ച് 350 ആണ് റിയൽ ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്ന റേഞ്ച്. അപ്പോൾ പുതിയ വണ്ടിയാണ്, നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതുകൊണ്ടാണ് എടുത്തത്. ഇനി നമുക്ക് ഈ ഒരു 2000-3000 അത് എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഹാപ്പി മോട്ടറിംഗ്. Static in the air, the ribbons catching light. The floor is like a mirror, reflecting all the white. Waiting for the gesture, the hand upon the door. Nothing like the scent of the morning. ഡെലിവറിയും പരിപാടികളൊക്കെ കഴിഞ്ഞ് അവനെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ. വണ്ടി ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫീച്ചർ റിച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് പഞ്ച് കേട്ടോ. ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. നിങ്ങൾക്കൊരു ചെറിയൊരു ഓവർവ്യൂ കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. എങ്ങനെയാണ് പുതിയ പഞ്ച്, എങ്ങനെയുണ്ട്, എന്താണ്. അതേപോലെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് വരാം. ഇവൻ്റെ തന്നെ യൂസർ എക്സ്പീരിയൻസ് ആയിട്ട് വരാം. ഒരു 2 മാസം കഴിഞ്ഞോട്ടെ, ഒന്ന് ഓടിച്ചൊന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് എങ്ങനെയുണ്ട്, വേർത്താണോ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടിയിൽ എനിക്കൊരു കാര്യം നിങ്ങളോട് നേരത്തെ പറയാനുള്ള, ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചുമ്മാ ഓട്ടോ ഒന്നും ഇല്ലെങ്കിൽ എടുക്കാൻ നിൽക്കണ്ട. കാരണം കാറൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്, വണ്ടിക്ക് റേറ്റ് ഉണ്ട്. അതുമാത്രമല്ല ഏകദേശം ഒരു 250-350 കിലോമീറ്ററിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതൊക്കെയാണ് ഫസ്റ്റ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഓട്ടം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ വണ്ടികളിൽ പോവുക. കാരണം ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുന്നത് 40,000-49,000 രൂപയൊക്കെ നെക്സ്റ്റ് ഇയറിലേക്ക് വരും. ഈ ഫസ്റ്റ് ഇയർ അല്ല, നെക്സ്റ്റ് ഇയറിലേക്കും ആ ഒരു റേഞ്ച് പൈസയൊക്കെ കാണണം കേട്ടോ. വെറുതെ ഓട്ടമില്ലാതെ അപ്പോൾ അത് അത്രയും മുതലാവുകയാണെങ്കിൽ മാത്രം ഇങ്ങനത്തെ വണ്ടിയിലേക്കൊക്കെ പോയാൽ മതി. ഇൻ ഡെപ്ത് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കണ്ട, വീഡിയോക്ക് ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. താങ്ക് യു. Subscribe and follow us now.